ഈ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുന്നത് സാമ്പത്തികമായി മികച്ച തീരുമാനമാണോ? ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇനി യൂസ്ഡ് കാർ വാങ്ങാൻ തീരുമാനിച്ചാൽ അതിന് ലോൺ കിട്ടുമോ? ബാങ്കുകൾക്കൊക്കെ പുതിയ വാഹനങ്ങൾക്ക് വായ്പ നൽകാനായിരിക്കും കൂടുതൽ താല്പര്യം. അപ്പോൾ ഈ യൂസ്ഡ് കാറുകൾക്ക് ലോൺ കിട്ടില്ലേ? പറഞ്ഞുതരാം. നമ്മുടെ ഫേവറേറ്റ് കാർ വാങ്ങുമ്പോൾ അതിൻ്റെ വിലയും നിറവും ഫീച്ചറുകളും എല്ലാം നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ. എന്നാൽ ആ വണ്ടിയുടെ വായ്പയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? കാർ പുതിയതോ പഴയതോ ആകട്ടെ, കാർ വായ്പയെക്കുറിച്ച് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. യൂസ്ഡ് കാർ ലോൺ എളുപ്പത്തിൽ കിട്ടാനുള്ള ചില ട്രിക്കുകളും വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം. സ്വാഗതം മനോരമ ഓൺലൈൻ ക്യാഷ് വെൽ ടോക്കിലേക്ക്. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയട്ടെ. നമ്മൾ കരുതുന്നത് പോലെയല്ല ഇന്ന് ഇന്ത്യയിലെ സെക്കൻഡ് ഹാൻഡ് കാർ വിപണി. കൃത്യമായ വാറണ്ടിയും ആഫ്റ്റർ സർവീസും ഒക്കെ നൽകുന്ന പ്രീമിയം ഡീലർഷിപ്പുകൾ വന്നതോടെ ആളുകളുടെ വാങ്ങൽ ശീലങ്ങൾ മാറി. ലൈസൻസ് കിട്ടിയ ശേഷം ഒന്ന് കൈതെളിയാനായിരുന്നു പണ്ട് പലർക്കും യൂസ്ഡ് കാറുകൾ. ഇന്ന് അങ്ങനെയല്ല. ആളുകൾ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നത് പോലെ തന്നെ യൂസ്ഡ് കാറുകളും വാങ്ങുന്നുണ്ട്. നിലവിൽ ഏതാണ്ട് 6 ലക്ഷം വാഹനങ്ങളാണ് യൂസ്ഡ് കാർ മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നത്. അടുത്ത വർഷങ്ങളിൽ ഇത് 1 കോടിയാകും. യൂസ്ഡ് കാർ വിപണി 6.6 ലക്ഷം കോടി രൂപയുടേതായി മാറും. ഇതാണ് നിലവിലെ സാഹചര്യം. ഇനി യൂസ്ഡ് കാറുകൾക്ക് ലോൺ കിട്ടുമോ എന്ന ചോദ്യത്തിലേക്ക്, കിട്ടും. ചില നിബന്ധനകളുണ്ടെന്ന് മാത്രം. പുതിയ വാഹനങ്ങൾക്ക് വായ്പ ലഭിക്കുന്നത് പോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് കാറുകൾക്കും വായ്പ കിട്ടും. ബാങ്ക് ഡീലർക്ക് പണം നൽകുകയും നമ്മൾ ബാങ്കിന് EMI രൂപത്തിൽ തിരിച്ചടയ്ക്കുകയും ചെയ്യുന്ന പതിവ് രീതി തന്നെയാണ് ഇവിടെയും. പക്ഷേ വാഹനത്തിൻ്റെ പഴക്കം, അതിൻ്റെ കണ്ടീഷൻ, വിപണി മൂല്യം, എടുക്കുന്നയാളുടെ വരുമാനം, ക്രെഡിറ്റ് സ്കോർ, പരിപാലന ചെലവുകൾ എന്നിവ കൃത്യമായി പരിശോധിച്ച് മാത്രമേ ബാങ്കുകൾ വായ്പ തരൂ. സാധാരണ വായ്പയേക്കാൾ സെക്കൻഡ് ഹാൻഡ് കാർ വായ്പയ്ക്ക് പലിശയും കൂടുതലായിരിക്കും. പുതിയ വാഹനങ്ങൾക്ക് ലഭിക്കുന്നത് പോലെയുള്ള ലോൺ തുകയും ഇവിടെ ലഭിച്ചെന്ന് വരില്ല. പുതിയ കാറുകൾക്ക് ഓൺ റോഡ് വിലയുടെ 80 മുതൽ 100% വരെ ലോൺ കിട്ടും. അല്ലെങ്കിൽ ഡീലർ ആവശ്യപ്പെടുന്ന തുക കമ്പനികൾ നൽകും. എന്നാൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്ക് ഇത്രയും തുക വായ്പ കിട്ടില്ല. ബാങ്ക് നിശ്ചയിക്കുന്ന തുകയേ കിട്ടൂ. പുതിയ കാറുകൾക്ക് കിട്ടുന്നത് പോലെ അതിവേഗത്തിൽ വായ്പ ലഭിക്കാനുള്ള സാധ്യതയും ഇവിടെ കുറവാണ്. പുതിയ കാറുകളുടെ ഡോക്യുമെന്റേഷൻ നടപടികൾ വളരെ ലളിതമാണ്. കാർ ഡീലർമാർക്ക് ധനകാര്യ സ്ഥാപനങ്ങളുമായി സഹകരണമുള്ളതിനാൽ വായ്പ വേഗം അനുവദിച്ചേക്കാം. പഴയ കാറുകളുടെ ഡോക്യുമെന്റേഷനിൽ വാഹനത്തിന്റെ പഴക്കം, RC ബുക്ക് കൈമാറ്റം, ഇൻഷുറൻസ് മാറ്റങ്ങൾ, മുൻ ഉടമസ്ഥാവകാശം എന്നിവയെല്ലാം ധനകാര്യ സ്ഥാപനങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കും. ഇതിനെടുക്കുന്ന സമയം നീണ്ടാൽ വായ്പയും വൈകും. മറ്റൊരു കാര്യമാണ് വാഹനത്തിന്റെ കാലപ്പഴക്കം. ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന സമയം മുതൽ തന്നെ വാഹനങ്ങളുടെ മൂല്യം കുറയാൻ തുടങ്ങും. വാഹനത്തിന്റെ പഴക്കം കൂടുന്തോറും അതിന് ലഭിക്കുന്ന വായ്പയും കുറഞ്ഞു തുടങ്ങും. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്ക് ഒരു നിശ്ചിത വിലയില്ലാത്തതും മറ്റൊരു പ്രശ്നമാണ്. എന്ന് വെച്ചാൽ കാറിന്റെ കണ്ടീഷനും ഇതേ മോഡലിന്റെ മാർക്കറ്റ് പ്രൈസും വിൽക്കുന്നയാളുടെ അവസ്ഥയും ഒക്കെ നോക്കി നമുക്ക് വിലപേശി വാങ്ങാനുള്ള അവസരം ഇവിടെയുണ്ട്. നമ്മൾ പറഞ്ഞുറപ്പിച്ച വില തന്നെ ബാങ്കുകൾ അംഗീകരിക്കണമെന്നില്ല. പകരം വാഹനത്തിന്റെ അവസ്ഥ ബോധ്യപ്പെട്ടതിന് ശേഷം ധനകാര്യ സ്ഥാപനങ്ങൾ നിശ്ചയിക്കുന്ന വില അനുസരിച്ചാകും വായ്പയും തീരുമാനിക്കുന്നത്. നമ്മൾ ഉറപ്പിച്ച തുകയേക്കാൾ കുറവാണ് ധനകാര്യ സ്ഥാപനങ്ങൾ കാണുന്നതെങ്കിൽ വായ്പയിലും കുറവ് സംഭവിച്ചേക്കാം. ഇനി ഒരു ബോണസ് കാര്യം പറഞ്ഞുതരാം. വായ്പ എടുക്കുമ്പോൾ EMI മാത്രം നോക്കാതെ ഇൻഷുറൻസ്, ഭാവിയിൽ സംഭവിക്കുന്ന റിപ്പയർ ചെലവുകൾ, പലിശ നിരക്കുകൾ എന്നിവയെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി സെക്കൻഡ് ഹാൻഡ് കാർ വായ്പ എളുപ്പത്തിൽ ലഭിക്കാനുള്ള ചില ട്രിക്കുകൾ കൂടി നോക്കാം. 8 മുതൽ 10 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾക്കാണ് ധനകാര്യ കമ്പനികൾ സാധാരണ ഇത്തരം വായ്പ നൽകുന്നത്. അതുകൊണ്ട് അധികം പഴക്കമില്ലാത്ത വണ്ടി തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. മറ്റൊരു കാര്യം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറാണ്. 700-ന് മുകളിലെങ്കിലും സിബിൽ സ്കോർ ഉള്ളവർക്ക് മാത്രമേ കമ്പനികൾ സാധാരണ ലോൺ അനുവദിക്കാറുള്ളൂ. സിബിൽ സ്കോർ 750-ൽ നിലനിർത്തുന്നത് നല്ലതായിരിക്കും. സെക്കൻഡ് ഹാൻഡ് വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിന് വാങ്ങുന്നയാളുടെയും വാഹനത്തിൻ്റെയും രേഖകൾ അത്യാവശ്യമാണ്. വാങ്ങുന്നയാളിൻ്റെ ആധാർ, പാൻ, അവസാന 3 മാസത്തെ സാലറി സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ITR രേഖകൾ, KYC രേഖകൾ എന്നിവ ആദ്യമേ തയ്യാറാക്കി വെക്കണം. വാഹനത്തിൻ്റെ ഒറിജിനൽ RC ബുക്ക്, ഇൻഷുറൻസ് രേഖകൾ, വിൽക്കുന്നയാളിൻ്റെ തിരിച്ചറിയൽ രേഖകൾ, പർച്ചേസ് എഗ്രിമെൻറ്റ്, ഇൻവോയ്സ്, വിൽക്കുന്നയാളിൽ നിന്നുള്ള NOC തുടങ്ങിയ രേഖകളും സ്കാൻ ചെയ്ത് റെഡിയാക്കി വയ്ക്കുന്നത് അനാവശ്യ കാലതാമസം ഒഴിവാക്കാൻ സഹായിക്കും. ഇനി EMI നേരത്തെ കണക്ക് കൂട്ടണം. വാഹനം വാങ്ങുന്നതിന് മുമ്പ് തന്നെ EMI തുക എത്രയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. എത്രയാണ് ലോൺ എമൗണ്ട് എന്നും അതിന് എത്ര ശതമാനമാണ് പലിശ കൊടുക്കേണ്ടതെന്നും എത്ര കാലം തിരിച്ചടയ്ക്കണമെന്നും ഓരോ മാസവും തിരിച്ചടയ്ക്കേണ്ട തുക എത്രയാണെന്നും വായ്പ എടുക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. ഉദാഹരണത്തിന് 13.5% പലിശയിൽ 4 ലക്ഷം രൂപയാണ് നിങ്ങൾ വായ്പ എടുക്കുന്നതെന്ന് ഇരിക്കട്ടെ. 3 വർഷത്തെ കാലാവധിയിൽ നിങ്ങൾക്ക് EMI അടയ്ക്കേണ്ടി വരുന്നത് ഏകദേശം 13,500 രൂപയായിരിക്കും. ഇനി തിരിച്ചടവ് കാലാവധി 5 വർഷത്തേക്ക് കൂട്ടിയാൽ EMI 9,200 രൂപയായി കുറയും. നിങ്ങളുടെ വരുമാനം അനുസരിച്ച് തിരിച്ചടയ്ക്കാൻ കഴിയുന്ന ഒരു കാലാവധി നിശ്ചയിക്കുന്നതാകും നല്ലത്.
പറഞ്ഞു വന്നതിൻ്റെ സാരം ഇത്രയാണ്. രാജ്യത്ത് പുതിയ വാഹനങ്ങളുടേതുപോലെ അതിവിപുലമായ വിപണിയാണ് സെക്കൻഡ് ഹാൻഡ് കാറുകളുടേതും. പുതിയ വാഹനങ്ങൾക്ക് വായ്പ ലഭിക്കുന്നത് പോലെ സെക്കൻഡ് ഹാൻഡ് കാറുകൾക്കും വായ്പ ലഭിക്കും. അതിന് പക്ഷേ ചില കണ്ടീഷനുകൾ കൂടുതലാണെന്ന് മാത്രം. ഇനി ചോദ്യം നിങ്ങളോടാണ്. പുതിയ വാഹനം എടുക്കുന്നതാണോ അതോ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുന്നതാണോ സാമ്പത്തികമായി നല്ലത്? വായ്പയെടുത്ത് കാർ വാങ്ങാനിരിക്കുന്ന ആ സുഹൃത്തിന് കൂടി വീഡിയോ പങ്കുവയ്ക്കാനും മറക്കരുത്. ദിസ് ഈസ് മനോരമ ഓൺലൈൻ ക്യാഷ് വെൽ ടോക്ക്. സാമ്പത്തിക മേഖലയിലെ മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. അടുത്ത എപ്പിസോഡുകളിൽ ഏത് വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കണമെന്ന് കൂടി കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബിസിനസ്, പേഴ്സണൽ ഫിനാൻസ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മനോരമ ഓൺലൈൻ ബിസിനസ് യൂട്യൂബ് ചാനൽ.